പഴയകാല ആളുകൾ പറഞ്ഞു വെച്ചത് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകും സൗന്ദര്യമെന്ന്. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ദൈവത്തോടും ദൈവവചനത്തോടും ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പം, ദിവസവും അത് കേൾക്കുമ്പം, അത് ചിന്തിക്കുമ്പം, ആ വചനം ധ്യാനിക്കുമ്പോൾ ആ വചനത്തിനകത്തുള്ള നന്മയും അനുഗ്രഹവും ഐശ്വര്യവും നമ്മളിലും തന്നെ വരാൻ തുടങ്ങും. അത് നമ്മുടെ ജീവിതത്തോട്, നമ്മുടെ വീടിനോട്, തലമുറകളോട് ആ വചനത്തിൻ്റെ നന്മകൾ, അനുഗ്രഹങ്ങൾ ചേർന്ന് വന്നോളൂ. അപ്പോൾ ഈ വചനം ഒരു സമ്പത്താണ്. ഇത് ധ്യാനിക്കുന്നത് ഒരു അനുഗ്രഹമാണ്. ഓരോ ദിവസവും വചനം കേൾക്കുമ്പം ആ ദിവസത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് വചനം കേട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ അത് അനുഗ്രഹമായി മാറിക്കൊള്ളും. ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിച്ച് ആ വിധത്തിലാണ് നമ്മുടെ ജീവിതം സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ ദൈവം എന്തു പ്രതിസന്ധികളുടെ മുമ്പിലാണ് ഇന്നുള്ളതെങ്കിലും അതിനപ്പുറത്തൊരു ഐശ്വര്യകാലം തന്നിരിക്കും. എന്തു പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടെങ്കിലും അത് മറികടന്ന് അതിനപ്പുറത്ത് സുരക്ഷിതമായിരിക്കും. കേട്ടപ്പം നോഹ അതനുസരിച്ച് ചുവടുകൾ വയ്ക്കുന്ന കാണാൻ പറ്റും. ആ വചനം അനുസരിച്ച്, അത് ചിന്തിച്ച്, അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നത് കാണാൻ പറ്റും. ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു. വീണ്ടും 7-ാം അധ്യായം 5-ാമത്തെ വാക്യം, കർത്താവ് കൽപ്പിച്ചതെല്ലാം നോഹ ചെയ്തു. ഇവിടെ നോഹ അനുസരിച്ചത് എന്താ? ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ വചനം അനുസരിച്ചു. പിന്നീട് വന്നത് ജലപ്രളയമാണ്, പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്, എല്ലാം വന്നു. പക്ഷേ എന്തു പ്രശ്നങ്ങളുണ്ടെങ്കിലും വചനം കേട്ട് ജീവിതം ധ്യാനിക്കുന്ന, മുന്നോട്ട് പോകുന്ന ഒരാളാണോ, അതിനപ്പുറത്ത് ഒരറാറത്ത് പർവ്വതം ഉണ്ട്. നിന്നെ അനുഗ്രഹത്തിൽ ഉറപ്പിക്കുന്ന ഒരു സമയമുണ്ട്. ദൈവവചനത്തിൽ മുന്നോട്ട് നീങ്ങുന്നവനെ ദൈവം എവിടെയെങ്കിലും കാറ്റിൽ പറത്തി വിടിയേല, എവിടെയെങ്കിലും തകർന്നു പോകാൻ സമ്മതിക്കുകയില്ല, എവിടെയും വീണു പോകാൻ സമ്മതിക്കില്ല. ആ ജലപ്രളയം ഉണ്ടായി, ഭൂമിയിലുള്ള തല ഉയർത്തി നിന്നതെല്ലാം വെള്ളത്തിൻ്റെ അടിയിലായി, സകലതും നഷ്ടപ്പെട്ടു. പക്ഷേ ദൈവവചനം കേട്ട, ആ വചനം ധ്യാനിച്ച, ആ വചനത്തെ സ്വീകരിച്ച, ആ വചനത്തെ ഉൾക്കൊണ്ട, അതനുസരിച്ച് പ്രവർത്തിച്ച നോഹിനെ ദൈവം ഓർത്തു എന്ന് മാത്രമല്ല, ആ പ്രളയത്തിൻ്റെ അപ്പുറത്ത് ഒരറാറത്ത് പർവ്വതത്തിൽ ഉറപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനപ്പുറത്തൊരു അറാറത്ത് പർവ്വതം നിനക്കുണ്ട്. ഇന്ന് ചെങ്കടലും മരുഭൂമിയാണ് മുമ്പിലെങ്കിൽ അതിനപ്പുറത്ത് ദൈവം ഒരുക്കി ഒരു കാനാൻ ദേശം നിനക്കുണ്ട്. ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നവർക്ക് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന അറാറത്ത് പർവ്വതമുണ്ട്, ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന കാനാൻ ദേശമുണ്ട്.